ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधाकृष्णपादान् सगणललिता विशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका राधाकान्त नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपां पुदिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മൾ വായിക്കുന്നത് ചൈതന്യ ചരിതാമൃത മധ്യലീല 10ാമത്തെ അധ്യായം 144ാമത്തെ ശ്ലോകം മുതൽ. भट्ट कहे गुरुराज्ञा हय बलवान गुरु आज्ञा न लाघिए शास्त्र प्रमाण. നിഷമതിജി വായിച്ചോളൂ, നല്ല ചുമയാണ് എനിക്ക്. നിഷമതിജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭക്ത കഹെ ഗൗര അഞ്ജന ഹയ ബലവാൻ ഗുരു അഞ്ജന നാലങ്കേ ശാസ്ത്ര പ്രമാണ. ഹരേ കൃഷ്ണ. ആജ്ഞ. ആജ്ഞ. Sarvam Bhattacharya said, the order of the spiritual master is very strong and cannot be disobeyed. That is the injunction of the Shastras, the revealed scriptures. എന്താണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്? എന്താണ് നമ്മുടെ ടോപ്പിക്, സബ്ജക്ട് മാറ്റർ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനെ പറ്റിയാണ്? ഗുരുവിന്റെ ആജ്ഞ, ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം, അതാണ് മുമ്പില്. നടന്നോ പെട്ടെന്ന്? എന്താണ് സംവാദം നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ക്ലാസ്സിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. ഗോവിന്ദനെ ഇതിൽ വന്ന സ്പിരിച്വലിന്റെ അല്ലേ പ്രഭു? ഇത് ഗോവിന്ദ ആൻഡ് കാശീശ്വര രണ്ടുപേരും ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഗോഡ് ബ്രദേഴ്സ് അല്ലെ? അവരെ തന്റെ സേവകന്മാരായിട്ട് ആരയച്ചത്? ഈശ്വരപുരി, തന്റെ ഗുരുനാഥൻ തന്നെ. അപ്പൊ ശാസ്ത്രപ്രകാരം തന്റെ സ്വന്തം ഗോഡ് ബ്രദേഴ്സിന് ഒരു സേവകനായിട്ട് നിർത്തുന്നത് ശരിയല്ല. അപ്പോ സർവഭൗമ ഭട്ടാചാര്യോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഗുരുവിന്റെ ഇൻസ്ട്രക്ഷനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ശാസ്ത്രത്തിലെ ഇൻസ്ട്രക്ഷനെ മറികടക്കുന്ന വിധത്തിലായിരിക്കും ഗുരുവിന്റെ. ശാസ്ത്രത്തിനൊരു കാര്യം പറയാണ്, അതിന് വിപരീതമായിട്ട് ഗുരു നിർദ്ദേശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെടുക്കണം? ഗുരുവിന്റെ ആജ്ഞ. അതിലായിരിക്കും നമ്മളുടെ നന്മ.
അപ്പൊ ഗുരു ശാസ്ത്രം ലംഘിക്കുകയാണോ? അല്ല. ഗുരുവിനറിയാം ദേശകാല പാത്രം അനുസരിച്ചിട്ട് എന്ത് നിർദ്ദേശം കൊടുക്കുന്നു എന്ന് ഗുരുവിനറിയാം. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ശാസ്ത്രത്തിന് വിപരീതമായിട്ട് ഗുരു ആജ്ഞ കൊടുത്തു. ശാസ്ത്രത്തിന്റെ വിപരീതമായിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ നമുക്ക് ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റുമോ? ഇതുണ്ട്. ഇതിപ്പോ നമ്മൾ പറയുന്നു ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് ഓർമ്മയിൽ വരുന്നത്? ബലി മഹാരാജ ആര്? ശുക്രാചാര്യര്. യെസ്, ശുക്രാചാര്യര് എന്താണ് പറഞ്ഞത് ബലി മഹാരാജനോട്? ദാനം കൊടുക്കരുത്. ഇത് വിഷ്ണു ആണ്, ചതിക്കും, കൊടുക്കരുത്. ആ പ്രോമിസ് അഥവാ നമ്മൾ പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പാലിക്കേണ്ട ആവശ്യമില്ല. അത് ചതിക്കാൻ വന്നതാണ്. അപ്പൊ അതിന് വിപരീതമായിട്ട് പോയി. അത് ഓപ്പോസിറ്റ് ആണ് ഈ ഇൻസിഡന്റ് മാതാജി പറഞ്ഞത്. ഓക്കെ, ഗുരുവിനെ അവിടെ റിജക്ട് ചെയ്യാണ് ചെയ്തത്. ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് നമ്മുടെ ഗുരു ശാസ്ത്രത്തിന് വിപരീതമായിട്ട് പോകുന്ന ഒരു ഉദാഹരണം എന്താ? പ്രഹ്ലാദ് മഹാരാജിനെ പഠിപ്പിച്ചവര് അതാണോ പ്രഭു? ഷണ്ടനും അമർക്കനും അല്ലല്ല, പറഞ്ഞു കൊടുക്കും. അതും ഇതേപോലെ തന്നെയാണ്. ശ്യാമള മാതാജി പറഞ്ഞ പോലെ ആ സെയിം എക്സാമ്പിൾ. ഇത് ഗുരു ശാസ്ത്രത്തിന്റെ വിപരീതമായിട്ടാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അവിടെ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ശാസ്ത്രത്തിനെ നമ്മള് റിജക്ട് ചെയ്യുന്നു. ഗുരുവിന്റെ ഇൻസ്ട്രക്ഷനെ നമ്മൾ ഉയർന്ന തലത്തിൽ എടുക്കുന്നു. അതായത് ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ സർപ്പാസ് ചെയ്യും. ശരിക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഗുരു എന്താണ് യോഗ്യത നമ്മൾ അറിഞ്ഞിരിക്കണം. ഓർമ്മ വരുന്നില്ല ആർക്കും? ജമദഗ്നി പരശുരാമൻ അല്ലേ? ജമദഗ്നി എന്താണ് പറഞ്ഞു പരശുരാമനോട്? അമ്മയുടെ തലവെട്ടണം. തന്റെ 4 സഹോദരങ്ങളെയും ഒരു നിമിഷം അവിടെ ശേഷിച്ച് നിന്നില്ല, ചെയ്തു അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യണോ, നമ്മൾ ഫോളോ ചെയ്യും. ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ അച്ഛന്മാരുണ്ടായിരിക്കണം, അങ്ങനത്തെ ഗുരുക്കളുണ്ടായിരിക്കണം, എന്നാൽ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് വളരെ വിരളമായിരിക്കും അങ്ങനെ. അതുകൊണ്ട് നമ്മള് എന്തൊരു ഇൻസ്ട്രക്ഷൻ കിട്ടിയാലും ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നുള്ള ആ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാം. അപ്പൊ ആ യോഗ്യത നമ്മൾ അറിഞ്ഞിരിക്കണം. ഗുരുവിന്റെ ബോണഫൈഡ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ചെയ്യാൻ പറ്റും. അതേപോലെ അച്ഛന്മാരുണ്ടായിരിക്കണം. അച്ഛന്മാരുടെ ആ നിർദ്ദേശം അത് നമ്മളുടെ ശാസ്ത്രത്തിന്റെ മുകളിലായിരിക്കും, സർപ്പാസ് ചെയ്യും. പിന്നെ നമ്മുടെ ആചാര്യന്മാര് ഇതേപോലെ ഉണ്ട്. ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഗുരുവിന്റെ നിർദ്ദേശം ശാസ്ത്രത്തിന് വിപരീതമായിട്ടാണെങ്കിലും അല്ല, രാമാനുജാചാര്യരെ ഒരു ഹൈറ്റിൽ കയറി നിന്ന് ഗുരു പറഞ്ഞു കൊടുത്ത മന്ത്രം ഉറക്കെ വിളിച്ചു പറയില്ലേ? അല്ല, അത് ഗുരുവിന്റെ എഗൻസ്റ്റ് അല്ലേ പോകുന്നത് രാമാനുജാചാര്യൻ. ഗുരു പറഞ്ഞു ആരോടും പറഞ്ഞു കൊടുക്കരുത് അത്, അല്ലേ? രാമാനുജാചാര്യ പോയിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. പക്ഷെ അതും നല്ല കാര്യമാണ്. അവിടെ നിന്ന് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. പക്ഷെ ഗുരു പറഞ്ഞു ശാസ്ത്രത്തിന് വിപരീതമായിട്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ആചാര്യന്മാർ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഭു, മായാവാദ ഫിലോസഫി പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ശങ്കരാചാര്യര് ശരിക്കും അല്ലല്ല, അവിടെ ഞാൻ ചോദ്യം മനസ്സിലായി. ഇവിടുത്തെ കണ്ടക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഗുരു ശാസ്ത്രത്തിന്റെ വിപരീതമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഡിസൈപ്പിൾ. അപ്പൊ ശാസ്ത്രമല്ല അവിടെ. പറയൂ. പ്രഭുപാദരോട് സമുദ്രം കടന്നു. ഞാനും അതാണ് ഉദ്ദേശിച്ചത്. സന്യാസി വര്യന്മാര് സാധാരണ സമുദ്രം കടന്നു
ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞു, പ്രഭുപാദ് അനുസരിച്ചു. ഹരി ബോൾ. അല്ലേ? അപ്പൊ ഗുരുവാക്യം ശാസ്ത്രത്തിന് മുകളിലാണെന്ന് അർത്ഥം, ശരിക്കുള്ള ഗുരു ആണെങ്കിൽ. എത്ര തരത്തിലുള്ള ഗുരു ഉണ്ട്? പ്രധാനപ്പെട്ട എത്ര തരത്തിലുള്ള ഗുരു ഉണ്ട്? ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. നമ്മള് സാധാരണ ദീക്ഷാ ഗുരു, ശിക്ഷാ ഗുരു, ചൈത്യ ഗുരു, ഗുരു, പദപ്രദർശക ഗുരു, വർത്തമാന പ്രദർശക ഗുരു എന്ന് പറയുന്നില്ലേ? ഇതൊക്കെ ഗുരുക്കളാണ്. നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗുരു ചിലപ്പോൾ നിമിത്തം മാത്രമായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് ഗുരുവായിട്ട് കാരണം അവരെന്നെ ശിക്ഷാ ഗുരു ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് 3-4 ഇതുണ്ട്. ചൈത്യ ഗുരു ഭഗവാൻ സ്വയം, ദീക്ഷാ ഗുരു നമുക്ക് ദീക്ഷ തരുന്നു, ശിക്ഷാ ഗുരു നമുക്ക് ശിക്ഷ തരുന്നു, പദപ്രദർശക ഗുരു നമുക്ക് അതിലേക്ക് വഴികാട്ടി തരുന്നു. അവന് ശിക്ഷാ ഗുരു നമ്മുടെ സമ്പ്രദായം ഏത് സമ്പ്രദായമാണ്? ശിക്ഷാ സമ്പ്രദായമാണ്, ദീക്ഷ സമ്പ്രദായമാണ്. പ്രധാനപ്പെട്ട പറഞ്ഞു. ഏത് സമ്പ്രദായം? നമ്മളുടെ ശിക്ഷയാണോ ദീക്ഷയാണോ ഫോളോ ചെയ്യുന്നത്? ദീക്ഷ എടുക്കണ്ടേ പ്രഭു? ദീക്ഷ. ഹരിബോൾ. മംഗള മാതാജി, എന്താണ് മാതാജിയുടെ അഭിപ്രായം? ശിക്ഷാഗുരുവിലൂടെ അല്ലേ പ്രഭുജി ദീക്ഷാഗുരുവിലേക്ക് എത്തുക? എന്താണ്? ശിക്ഷാഗുരുവിലൂടെ അല്ലേ ശിക്ഷാഗുരു ദീക്ഷാഗുരു ഒന്നും ആവോ, ഒരേ ആളിനെ ആവോ? നമ്മൾ ഫോളോ ചെയ്യുന്ന ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം ഏത് ഇതിനാണ് നമ്മളുടെ ഫോളോ ചെയ്യുന്നത്? ദീക്ഷ അതോ ശിക്ഷ? ശ്യാമളമാജി ദീക്ഷ. ഹരിബോ. മംഗളമാതാജി പറഞ്ഞില്ല. രണ്ടും ഇല്ലേ പ്രഭുജി? ശിക്ഷ ദീക്ഷയില്ലേ? അതായത് ശിലപ്രഭാതം രണ്ടായിട്ടും കണക്കാക്കണില്ലേ? ശിക്ഷാഗുരു ദീക്ഷാഗുരു ആയിട്ട്. ചോദിച്ച ചോദ്യത്തിന്റെ ഇത് മനസ്സിലായില്ല. നമ്മുടെ ഏത് സമ്പ്രദായമാണ് ഫോളോ ചെയ്യുന്നത്? ദീക്ഷാ സമ്പ്രദായമാണോ ശിക്ഷ സമ്പ്രദായമാണോ? നമ്മുടെ ഡിസിപ്ലിൻ സൊസൈഷൻ, ശിഷ്യ ഗുരു പരമ്പര, ദീക്ഷാ സമ്പ്രദായം, ദീക്ഷ അല്ലേ? അതെ അതെ. ഹരിബോൾ. ഇനിയിപ്പോ നിഷമാദേവി. നിഷമാദേവി എന്താ പറയുന്നത്? അതന്നെ പ്രഭുജി, ദീക്ഷാ സമ്പ്രദായം. നിർഭാഗ്യവശാൽ ദീക്ഷയല്ല, ശിക്ഷ സമ്പ്രദായം. ഇതൊക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ശിക്ഷ സമ്പ്രദായം? എന്തുകൊണ്ട് ദീക്ഷ സമ്പ്രദായമില്ല? അത് പ്രഭുജി ഇങ്ങനെ കേട്ട് പ്രഭുജി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരെ ദീക്ഷാഗുരുവായിട്ടും ശിക്ഷാഗുരുവായിട്ടും കണക്കാക്കും എന്നുള്ളത്. പ്രഭുപാദരല്ല, ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഗുരുപരമ്പര. ഗുരുവാനാണ്. അതായത് നമ്മള് ഗുരുപരമ്പരയിൽ വരുമ്പോ ശ്രീല പ്രഭുപാദര്, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്, ഗൗരകിഷോർ ബാബാജി മഹാരാജ്, അത് കഴിഞ്ഞാൽ വീണാരാണ് അതിനൊക്കെ ജഗന്നാഥദാസ് മഹാരാജിന്റെ ദീക്ഷാഗുരു ആണോ ശിക്ഷാഗുരു ആണോ ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ്? ശിക്ഷാഗുരു. ശിക്ഷാഗുരു ആണ്. ഭക്തി വിനോദ് മഹാരാജിന്റെ ദീക്ഷാഗുരു ബിപിൻ ബിഹാരി മഹാരാജാണ്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ചേഞ്ച്? മിക്കവാറും ദീക്ഷനെ പോകുന്നത് എല്ലാം ചില സമയത്ത് അങ്ങനെ ഒരു ശിക്ഷ ഒരു ആ ലൈനിനെ മെയിനായിട്ട് പോകുന്നത് ദീക്ഷയ്ക്ക് അപ്പൊ അവിടെ എത്തപ്പത്തില്ല. എന്താണ് ശിക്ഷാഗുരു ദീക്ഷാഗുരു തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഏതാണ് പ്രാധാന്യം? ശിക്ഷാഗുരു നമ്മുടെ ഓക്കെ, ടെൽ മീ ദ ഡിഫറൻസ്. ശിക്ഷാഗുരു ദീക്ഷാഗുരു തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞുതരും. ശിക്ഷാഗുരുവാണ് നമ്മളെ വഴി കാട്ടി തരുന്നത്. വഴി കാട്ടി തരുന്നു. ഏതെങ്കിലും ഒരാൾ പറയും. ശ്യാമള മാതാജി പറയും.
ദീക്ഷാഗുരുവിന് നമുക്ക് ആത്മീയ നാമം തരാൻ പറ്റും, അതേപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കാനും പറ്റും. Okay, very good. പിന്നെ ദീക്ഷാഗുരുവിന് നമുക്ക് ആത്മീയ ജ്ഞാനം നൽകാൻ പറ്റും. പിന്നെ ദീക്ഷാഗുരു ഭഗവാനിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ദീക്ഷാഗുരു. വെരി ഗുഡ്. എത്ര ശിക്ഷാഗുരു നമുക്കാവാം? ദീക്ഷാഗുരു കൂടുതലാവാം, ദീക്ഷാഗുരു ഒന്ന് മാത്രം. ദീക്ഷാഗുരു ഒന്നേ പറ്റുള്ളൂ. ദീക്ഷാഗുരു മൾട്ടിപ്പിൾ ആവാം. ഉം, ഉം. ദീക്ഷാഗുരു നമ്മളെ സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്യും. ശിക്ഷാഗുരു ദീക്ഷാഗുരു ആയിട്ടാണെങ്കിൽ കണക്ട് ചെയ്യും, ദീക്ഷാഗുരു അല്ലെങ്കിൽ കണക്ട് ചെയ്യില്ല. അപ്പൊ ദീക്ഷാഗുരു വേണം, മസ്റ്റാണ്. ദീക്ഷാഗുരു ആണ് നമ്മളെ വൗച്ച് ചെയ്യുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ പാപം മുഴുവൻ ഞാൻ എടുക്കും, ഇദ്ദേഹത്തിനെ സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാന്നുള്ള ആ പ്രോമിസ് പ്രതിജ്ഞ എടുക്കുന്ന ആരാണ്? ദീക്ഷാഗുരു. അപ്പൊ ദീക്ഷാഗുരു ഇല്ലെങ്കിൽ നടക്കില്ല. ദീക്ഷ വേണം. സമ്പ്രദായം സമ്പ്രദായം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ദീക്ഷാഗുരുവിന് അതിൻ്റെതായിട്ടുള്ള പ്രൊമിനൻസ്, പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ദീക്ഷാഗുരു നമ്മളെ വോച്ച് ചെയ്യും. നമ്മളെ വോച്ച് ചെയ്യുക പറഞ്ഞാൽ നമുക്ക് ഇനീഷ്യേറ്റ് തന്ന ഹരിനാമം തന്ന്, ഉപനയനം തന്ന്, നമ്മളെ സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്യുന്നതും നമ്മുടെ പാപകർമ്മങ്ങളെല്ലാം എടുക്കുന്നതും ദീക്ഷാഗുരു. ദീക്ഷാഗുരു ഒന്നേ ഉള്ളൂ, ശിക്ഷാഗുരു മൾട്ടിപ്പിൾ ആവാം. ശരി, ക്ലിയർ? ക്ലിയർ ആയ എല്ലാവർക്കും? മംഗള മാതാജി. ഓക്കെ, ക്ലിയർ ആയി പ്രഭുജി. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം നമ്മളുടെ. അതായത് പല ആൾക്കാർക്കും പലവിധത്തിലും പ്രഭുജി നമ്മൾ ശിക്ഷാ പരമ്പരയാണ് ഫോളോ ചെയ്യുന്നത് പറയുന്നത്. നമ്മളുടെ അതിനാണ് ഉദാഹരണം പറഞ്ഞേ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ. നമ്മുടെ പരമ്പര അങ്ങനെ. ആ ശിക്ഷാഗുരു ദീക്ഷാഗുരു ആവാട്ടോ. ശിക്ഷാഗുരു വെറും ശിക്ഷ തന്നിട്ട് ഇതില്ല, അദ്ദേഹം ദീക്ഷാഗുരു ആവാം. അപ്പൊ നമ്മുടെ ദീക്ഷാഗുരു ശിക്ഷാഗുരു ആണ്. നമുക്ക് ശിക്ഷയും തരുന്നുണ്ട്, ദീക്ഷ മാത്രമല്ല നമുക്ക് ശിക്ഷയും തരുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ ശിക്ഷാഗുരു ആവാം. അതില് ദീക്ഷാഗുരു ശിക്ഷാഗുരു ആവാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭുജി. അല്ലെങ്കിൽ വീണ്ടും പറയാം. ഓക്കെ, അടുത്ത ശ്ലോകം. പിന്നെ ഭക്തിവിനോദത്തിന്റെ ദീക്ഷാ ഗുരുവിന്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? ബിപിൻ ബിഹാരി മഹാരാജൻ. ഓക്കെ, താങ്ക് യു. അതിൽ ചെറിയൊരു ഇതുണ്ട്, പിന്നെ പറഞ്ഞുതരാം. 145. സശുശ്രുവൻ മാതാരി ഭാർഗവേന പിതുർനിയോഗാത് പ്രഹതം ദിസദ്വത് പ്രത്യാഗ്രഹത് അഗ്രജ ശാസനം തദ് അജ്ഞാഗുരുണാം ഹി അവിചാരണീയ. സശുശ്രുവാണാമതാരി ഭാർഗവേന പിതുർനിയോഗത് പ്രഹൃതം ദ്വിസദ്വത് അഗ്രജശാസനം തദ് അഞ്ജന ഗുരുണാം ഹി അവിചാരണീയ. Being ordered by his father, Parashurama killed his mother. നമ്മൾ പറഞ്ഞില്ലേ പരശുരാമന്റെ. Being ordered by his father, Parashurama killed his mother Renuka, just as if she were an enemy. ഒരു ശത്രുക്കളെ കൊന്ന ഇതോടുകൂടിയിട്ടാണ് പരശുരാമൻ തന്നെ അമ്മയെ മരിച്ചത്. When Lakshmana, the younger brother of Lord Ramchandra, heard of this, he immediately engaged himself in the service of his elder brother and accepted his orders. The order of the spiritual master must be obeyed without consideration. അപ്പൊ അങ്ങനെ പരശുരാമൻ തന്റെ അച്ഛന്റെ ആ ആജ്ഞ, നിർദ്ദേശം, ശാസ്ത്രത്തിൽ എന്താണ് വിധി ഒന്നും നോക്കാതെ, ശാസ്ത്രം എന്താണ് പറഞ്ഞു നോക്കാണ്ട് അവിടെ പൂർത്തിയാക്കി. ഇത് കേട്ട ഉടനെ, ഈ ഉദാഹരണം കേട്ട ഉടനെ ലക്ഷ്മണൻ തന്റെ സഹോദരനായിട്ടുള്ള രാമചന്ദ്ര ഭഗവാന്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണൻ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ഭഗവാന്റെ സർവീസിൽ ഏർപ്പെട്ടു. ആൻഡ് അക്സെപ്റ്റഡ് ഹിസ് ഓർഡേഴ്സ്. ബ്രദറിന്റെ ആ ആജ്ഞ, നിർദ്ദേശം സ്വീകരിക്കാൻ തുടങ്ങി. The order of the spiritual must be obeyed without consideration.
അപ്പൊ അവിടെ അയ്യോ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറയുന്നത് അത് അധർമ്മമാണ്, ഇധർമ്മമാണ്. എഗെയിൻ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ വേറൊരു ഇത് പറയാം, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ. ഭഗവാനാണ് അവിടെ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ശാസ്ത്രത്തിൽ ഇങ്ങനെയല്ലേ പറഞ്ഞു, അത് അധർമ്മമല്ലേ എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിര മഹാരാജാവിന് സംശയം തോന്നി, ഞാനത് പാലിക്കണം. അതുകൊണ്ടാണ് വിസമ്മതിച്ചത്. എന്ത് ദ്രോണാചാര്യര് മരിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് കളവ്. കാരണം ഇത് ധർമ്മിഷ്ഠനാണ്. അധർമ്മം, അസത്യം എങ്ങനെ പറയും, എങ്ങനെ ചെയ്യും? So this is a quotation from the Raghuvamsha, Lord Ramchandra's statement to Sita. Given below is from the Ramayana, Ayodhya Kanda. Okay. അപ്പൊ ഇത് രഘുവംശ എന്നുള്ള ലിറ്ററേച്ചർ നിന്നാണ്. Lord Ramchandra statement to Sita is given below. Okay, Ramayana. അപ്പൊ രാമചന്ദ്രൻ സീത മാതാവിന് കൊടുത്തിട്ടുള്ള നിർവിചാരം ഗുരുരാജ്ഞ മയാ കാര്യ മഹാത്മന ശ്രേയോ ഹി ഏവം ഭവത്യശ്ച മമ ചൈവ വിശേഷത. നിർവിചാരം ഗുരുർ ആജ്ഞാ മയാ കാര്യ മഹാത്മന ശ്രേയോ ഹി ഏവം ഭവത്യശ്ച മമ ചൈവ വിശേഷത. The order of the great personality like a father must be executed without consideration, because there is good fortune in such an order for both of us. In particular, there is a good fortune for me. Sita Matavinode Ramachandran parayana. The order of a great personality like a father must be executed without consideration. എന്തായിരുന്നു ദശരഥ മഹാരാജാവിന്റെ ആജ്ഞാവ്? 14 വർഷം വനവാസം. കാട്ടിലേക്ക് പോകാനുള്ളത് അല്ലെ. ഭരതനെ രാജാവാക്കണം, ഇവിടെ കാട്ടിലേക്ക് പോകണം. അപ്പൊ അത് എനിക്കും ഈ നിർദ്ദേശം തരുന്നവർക്കും നന്മ ഉണ്ടായിരുന്നു. ഗുഡ് ഫോർച്യൂൺ ഇൻ സച്ച് ആൻ ഓർഡർ ഫോർ ബോത്ത് ഓഫ് us. ഇൻ പർട്ടിക്കുലർ ദർ ഈസ് ഗുഡ് ഫോർച്യൂൺ ഫോർ മീ. പ്രത്യേകിച്ച് എനിക്ക് നന്മ ഉണ്ടാക്കുന്നു എന്ന് ഭഗവാൻ ആരോട് പറയുന്നു? സീതാമാതാവിന്. തപേ മഹാപ്രഭു താൻറെ കൈല അംഗീകാര ആപന ശ്രീ അംഗ സേവായ ദില അധികാര. തപേ മഹാപ്രഭു താൻറെ കൈല അംഗീകാര അപന ശ്രീ അംഗ സേവ്യ ദില അധികാര. After Saubham Bhattacharya said this, Sri Chaitanya Mahaprabhu embraced Govinda and engaged him in service of his personal body. So ഇത് കേട്ട ഉടനെ എന്തുകൊണ്ടാണ് മഹാപ്രഭു സർവഭാം ഭട്ടാചാര്യരുടെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്, അഭിപ്രായം ചോദിക്കുന്നത്? ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു, അറിയാത്ത വല്ലതും ഉണ്ടോ? എന്തുകൊണ്ട് ഭട്ടാചാര്യോട് ചോദിക്കുന്നു? തനിക്കെല്ലാം അറിയാം, എന്നിട്ടും ചോദിക്കുന്നു. കാരണം ഗുരു ബൃഹസ്പതി ആയതുകൊണ്ടാണോ പ്രഭു സർവഭൗമ ഭട്ടാചാര്യ? അത് നമുക്ക് അറിയുന്നത് ബൃഹസ്പതി എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് സർവഭൗമ ഭട്ടാചാര്യരുടെ വാക്കുകളെ ഒരു ഉയർന്ന തലത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് മഹാപ്രഭു? അദ്ദേഹം വളരെ സീനിയർ ആയതുകൊണ്ട്. പിന്നെ അതല്ല, അവിടുത്തെ ജഗന്നാഥ്പുരിയിലെ വളരെ ഉന്നത തലത്തിലുള്ള പദവിയിലുള്ള ഒരാളാണ് അദ്ദേഹമാണ് മഹാപ്രഭുവിനെ വേദാന്തം പറഞ്ഞു കൊടുക്കാൻ 7 ദിവസം പറഞ്ഞു കൊടുത്തത്. മനസ്സിലായി ആരാണെന്ന്? എങ്കിലും കൂടിയിട്ട് ആ ഒരു ഗുരുസ്ഥാനത്തിലാണ് ആരെ കാണുന്നത്? ഭട്ടാചാര്യെ കാണുന്ന ആര്? മഹാപ്രഭു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ മഹാപ്രഭു ഭഗവാന്റെ സ്ഥലത്തു നിന്നല്ല സംസാരിക്കുന്നത്. മഹാപ്രഭു ഒരു എളിയ ഭൃത്യൻ, ഓക്കെ, എന്നുള്ള നിലയ്ക്കാണ് മഹാപ്രഭു സംസാരിക്കുന്നത്. അപ്പൊ ഒരു ആചാര്യനാണ് സർവം ഭട്ടാചാര്യ. ആ ആചാര്യന്റെ വാക്കുകള് പിഴവുണ്ടാവില്ല, പതിലുണ്ടാവില്ല. പ്രഭുര പ്രിയ ഭൃത്യ കരി സഭേ കാരമാന സകല വൈഷ്ണവേര ഗോവിന്ദ കരി സമാധാന. പ്രഭുര പ്രിയ ഭൃത്യ കരി സഭേ കരമാന സകല വൈഷ്ണവേര ഗോവിന്ദ കരേ സമാധാന. Everyone respected Govinda as the dearest servant of Sri Chaitanya Mahaprabhu.
And Govinda served all the Vaishnavas and so to their needs. എല്ലാവരും ഗോവിന്ദനെ അത്രയും ആദരവോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത്. മഹാപ്രഭുവിന്റെ ഒരു ഭൃത്യനാണ്, സേവകനാണ്. ഗോവിന്ദ എല്ലാ വൈഷ്ണവന്മാരെയും സെർവ് ചെയ്തു, സേവനം ചെയ്തു, അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. छोटा बड़ा कीर्तनिया दुई हरिदासा रामाई नंदाए राहे गोविंदेरा पाशा. छोटा बड़ा कीर्तनिया दुई हरिदासा रामाई नंदाई राहे गोविंदेरा पाशा. बहुत हरिदासा സീനിയർ. ആരവിടെ രണ്ട് ഹരിദാസന്മാര്, സീനിയറും ജൂനിയറും? ഒന്ന് ഹരിദാസ് ഠാക്കൂർ, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. ഒന്ന് ചോട്ട ഹരിദാസ്, ഭഗവാന്റെ ഡിസൈപ്പിൾ. ഓക്കെ, അപ്പോ ബോത്ത് ഹരിദാസ് സീനിയർ, ഹരിദാസ് ജൂനിയർ, മ്യൂസീഷ്യൻസ്. അല്ല, ഇത് അല്ല കേട്ടോ, ഇത് ബഡ ഹരിദാസ് അതല്ല, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ അല്ല. നോക്കാം. ആസ് വെൽ ആസ് രാമായി ആൻഡ് നന്ദായി യൂസ് ടു സ്റ്റേ വിത്ത് ഗോവിന്ദ. ഇത് വേറെ ഹരിദാസാണ്, നമ്മുടെ ഹരിദാസ് ഠാക്കൂർ അല്ല കേട്ടോ. ഹരിദാസ് ജൂനിയർ ചോട്ട ഹരിദാസാണ്, ഇത് വേറെ ഹരിദാസാണ്. രണ്ടുപേരും മ്യൂസീഷ്യൻസ് ആയിരുന്നു. ആസ് വെൽ ആസ് രാമായി ആൻഡ് നന്ദായി ഗോവിന്ദന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഗോവിന്ദേര സംഗീകാരി പ്രഭുര സേവന ഗോവിന്ദേര ഭാഗ്യസീമ നയായ വർണ്ണന. गोविंदेरा संगे करे प्रभुर सेवना गोविंदेरा भाग्य सीमा नयाय वर्णना. They all remained with Govinda to serve Sri Chaitanya Mahaprabhu. Therefore, no one could estimate the good fortune of Govinda. ഗോവിന്ദന്റെ കൂടെ ഇവരെല്ലാം താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഗോവിന്ദന്റെ ഭാഗ്യം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഭാഗ്യമാരായിരുന്നു. എല്ലാം പ്യൂർ ഡിവോട്ടീസ് ആയിരുന്നു, ഗോവിന്ദന്റെ കൂടെ താമസിച്ചിരുന്നു പറയും. ആരാധ്യനെ മുകുന്ദ ദത്ത കഹേ പ്രഭുരസ്ഥാനെ ബ്രഹ്മാനന്ദ ഭാരതി ഐല ത്വമാരാ ദർശനെ. आराधिने मुकुंदा दत्ता काहे प्रभुर स्थाने ब्रह्मानंद भारती ഐല ത്വമാരാ ദർശനെ. അവിടെ നെക്സ്റ്റ് ഡേ ബ്രഹ്മാനന്ദ ഭാരതി വന്നു ആരെ കാണാൻ വേണ്ടി, ചൈതന്യ മഹാപ്രഭുവിനെ. ഓക്കെ, നെക്സ്റ്റ് ഡേ മുകുന്ദദത്ത ഇൻഫോംഡ് ശ്രീ ചൈതന്യ മഹാപ്രഭു ബ്രഹ്മാനന്ദ ഭാരതി ഹാസ് കം ടു സീ. ആരാണ് ബ്രഹ്മാനന്ദ ഭാരതി? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗോഡ് ബ്രദർ ആണോ? ആരുടെ? ഈശ്വരപുരിയുടെ. ഏ, ഈശ്വരപുരിയുടെ. യെസ്, ഈശ്വരപുരി മഹാരാജന്റെ ഗോഡ്. ആജ്ഞാദേഹായാതി താൻരേ അനിയഥായ് പ്രഭു കഹേ ഗുരു തൻഹായ ബതാൻരതാനി. आज्ञा देहायादि तांड्रे अनीय एताई प्रभु कहे गुरु तेना याबतन रतानी. മുകുന്ദദത്ത then asked the Lord, shall I bring him here? മുകുന്ദദത്ത ചോദിച്ചു, അതായത് ബ്രഹ്മാനന്ദ ഭാരതി ഉള്ളിലേക്ക് ക്ഷണിച്ചോട്ടെ. ശ്രീ ചൈതന്യ മഹാപ്രഭു said, ബ്രഹ്മാനന്ദ ഭാരതി is like my spiritual master. കാരണം ഗുരുവിന്റെ ഗോഡ് ബ്രദറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് കാരണം ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ഐ ഗോ ടു ഹിം. ഒരു ഗുരു വരുമ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്കെ, എന്റെ റൂമിലേക്ക് വരട്ടെ, ഞാൻ കാണാം, അങ്ങനെയാണ് പറയാ ഡിസൈപ്പിളാ? അല്ല, ഗുരുവിനെ ചെന്നിട്ട് എവിടത്തോളം പോകാൻ പറ്റുമോ അവിടത്തോളം പോയിട്ട് സ്വീകരിച്ചിട്ട് നമുക്ക് കൊണ്ടുവരണം. അതാണ് ഗുരു. നമ്മൾ ഗുരു മഹാരാജൊക്കെ വരുമ്പോ നമ്മൾ റൂമിലിരിക്കുക, ഗുരു മഹാരാജ് നമ്മളെ വന്ന് കാണുക ചെയ്യുക. അല്ല, ഗുരു മഹാരാജിനെ നമ്മള് ബസ് സ്റ്റേഷനിൽ പോകും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകും, അവിടുന്ന് നമ്മള് സ്വീകരിച്ച് ആദരിച്ച് കൊണ്ടുവരും. നല്ല ചെയ്യും. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു നമുക്കൊരു ശിക്ഷണം തരുന്നത്. അതായത് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ അത്രയും ആദരവോടുകൂടി കാണാണ്, അവരെ സ്വീകരിച്ച് കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ഈസ് ലൈക്ക് മൈ സ്പിരിച്വൽ മാസ്റ്റർ, ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് ഐ ഗോ ടു ഹിം. ഞാൻ അദ്ദേഹത്തിനെ കാണാൻ. ഏതാ ബലി മഹാപ്രഭു ഭക്ത ഗണ സംഘേ ചാലെ ഐല ബ്രഹ്മാനന്ദ ഭാരതീര ആകെ. एता बाली महाप्रभु भक्त गंगा संके चाली ऐला ब्रह्मानंद भारतीर आगे. After saying this, Sri Chaitanya Mahaprabhu and his devotees came into the presence of Brahmananda Puri. ഇതിന്റെ പരമശേഷം ചൈതന്യ മഹാപ്രഭുവും തന്റെ ഭക്തന്മാരും ബ്രഹ്മാനന്ദ ഭാരതിയുടെ അടുത്തേക്ക് വന്നു.
ബ്രഹ്മാനന്ദ പരിയാചേ മൃഗാകാരം ചർമാംബര താഹാദേക്കി പ്രഭു ദുഃഖ പൈല അന്തര. ब्रह्मानंदा परियाचे मृगा चर्मं परा ताहादेखी प्रभु दुഃഖ പൈല അനന്തര. ബ്രഹ്മാനന്ദ ഭാരതി അന്ന് വന്ന സമയത്ത് ഡിയർ സ്കിൻ ആണ് മൃഗ ചർമാംബര. ഡിയർ സ്കിൻ ചർമ്മം, മൃഗത്തിന്റെ ചർമ്മം, അതാണ് ചിന്ത. അത് കണ്ടപ്പോ ചൈതന്യ മഹാപ്രഭുവിന് ഇഷ്ടായില്ല. When Sri Chaitanya Mahaprabhu and his devotees approached him, they saw that he was covered with a deer skin. Seeing this, Sri Chaitanya Mahaprabhu became very unhappy. Brahmananda Bharati belonged to the Shankara Sampradaya. The title Bharati indicates a member of one of that Sampradaya's 10 classes of sannyasis. Appo Bharati Shankara Sampradayatinte 10 titles ulla ഒരു ഇതാണ്, ആചാര്യനാണ്, സന്യാസിയാണ്. It is customary for a person who has renounced the world to cover his body with a deer skin or the bark of a tree. അത് അന്നത്തെ കാലത്തെ ചടങ്ങായിരുന്നു, എസ്പെഷ്യലി ശങ്കര സമ്പ്രദായത്തിൽ. അതല്ലെങ്കിൽ തോലിന്റെ വസ്ത്രം, അല്ലെങ്കിൽ മരത്തിന്റെ മരപുരി അല്ലെ. ദിസ് ഈസ് എൻജോയിൻഡ് ഇൻ ദ മനു സംഹിത. But if a sannyasi who has renounced the world simply wears a deer skin, does not spiritually advance, is bewildered by false prestige. Sri Chaitanya Mahaprabhu did not like to see Brahmananda Bharati wearing a deer skin. Chaitanya Mahaprabhu ഇഷ്ടമായില്ല. അതായത് വെറും എക്സ്റ്റേണലി മാത്രം നമ്മൾ അത് ധരിച്ചുകൊണ്ട് കാര്യമില്ല, സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് ചെയ്യണം. അതുകൊണ്ട് അഡ്വാൻസ് അല്ലാന്നല്ല അവിടെ പറയുന്നത്. പക്ഷെ ബ്രഹ്മാനന്ദ ഭാരതിക്ക് അതിന്റെ ആവശ്യമില്ല. ദിസ് സച്ച് എൻ എലിവേറ്റഡ് ഡ്യൂട്ടി എന്നാണ് ചൈതന്യ മഹാപ്രഭുണ്ട്. ദേക്കിയാത്ത ചന്തമാ കൈലായേന ദേക്കേനാനി മുകുന്ദേര പൂച്ചേ കഹാൻ ഭാരതി ഘോഷാനി. देखियाता चंदमा कैला येना देखिन आणि मुकुंदेरा पूछे कहान भारती घोषानी. അപ്പൊ ചൈതന്യ മഹാപ്രഭു അടപെടുത്തു. എവിടെ ബ്രഹ്മാനന്ദ ഭാരതിയെ കാണുന്നില്ലല്ലോ, എവിടെ മുകുന്ദ, എവിടെയാണ്, ഞാൻ കാണുന്നില്ലല്ലോ. ചോദിച്ചത് അങ്ങനെയാണ്. എനിക്ക് കാണുന്നില്ല, നേരെ മുമ്പിലുണ്ട്, പക്ഷെ ഡിയർ സ്കിനാണ്, അത് അവോയ്ഡ് ചെയ്തു. ഇത് ബ്രഹ്മാനന്ദ ഭാരതി ആവാൻ വഴിയില്ല. കാരണം വെച്ചാൽ ബ്രഹ്മാനന്ദ ഭാരതി ഈ ഡിയർ സ്കിന് ധരിക്കേണ്ട ആളല്ല എന്നാണ് ഇവിടെ പറയുന്നത് ചുരുക്കത്തിന്. സീയിങ് ബ്രഹ്മാനന്ദ ഭാരതി wearing the deer skin, Chaitanya Mahaprabhu pretended, അഭിനയിച്ചു, not to see him. അപ്പൊ അതിന് അടങ്ങിയിരിക്കേണ്ട ഇൻസ്ട്രക്ഷൻ. Instead he asked Mukunda Datta, where is Brahmananda Bharati, my spiritual master? So Chaitanya Mahaprabhu ഇതായിരുന്നില്ല, ഈ ഒരു അറ്റയർ, ഈ ഒരു വേഷഭൂഷങ്ങളായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. ഇത് അദ്ദേഹത്തിന് ഉതകുന്നതല്ല എന്ന് പറയാണ്ട് പറയാണ്. മുകുന്ദ കഹേ ആകെ ദേഖാ വിദയമാന പ്രഭു കഹേ തെൻഹാന ഹേന തുമി ആകെയാന. मुकुंदा कहे ए आगे दुख विद्यमान प्रभु कहे तेन्हा नाहीना तुम्ही आगे याना. Mukunda Datta replied, here is Brahmananda Bharati in your presence. നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ. ചിലപ്പോ നമ്മളും അങ്ങനെ പറയാണ്ട ചില കാര്യങ്ങൾ പറയും, ഇല്ലേ? നമ്മൾ പറയുന്നത് വേറെ എന്തായിരിക്കും, ഉദ്ദേശിക്കുന്നത് അതിന്റെ ധ്വനി വേറെ ആയിരിക്കും. ഇവിടെ ചൈതന്യ മഹാപ്രഭു കാണിച്ച ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പിരിച്വൽ മാസ്റ്ററിന് തുല്യമാണ് ബ്രഹ്മാനന്ദ ഭാരതി. അപ്പൊ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു കൊടുക്കും വേണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിട്ട് തോന്നാൻ പാടില്ല. അതായത് ഈ ഡിയർ സ്കിൻ ധരിക്കുന്നത് നമ്മളെ ഈ സമ്പ്രദായത്തിന് ഉതകുന്നതല്ല. ഇത് മായാവാദ ഫിലോസഫി അനുസരിച്ചിട്ട് അവരുടെ ആ ഒരു ഇതിന് ഉതകുന്നത്. കാരണം വെച്ചാൽ മായാവത സന്യാസം എടുത്താലും കൂടിയിട്ട് ഇവരെല്ലാം വൈഷ്ണവന്മാരാണ്, അതാണ് അതിന്റെ പൊരുള്. റിപ്ലൈ യു ആർ ഇൻകറക്റ്റ്, ദിസ് ഈസ് നോട്ട് ബ്രഹ്മാനന്ദ ഭാരതി. മോഹനങ്ങൾ പറയാണ് എല്ലാം തെറ്റാ നിങ്ങൾ പറയുന്നത്, ബ്രഹ്മാനന്ദ ഭാരതി അല്ല.
अन्यरे अन्य कहा नाह तुम्हारा ज्ञान भारती घोषानिकेने परिबे न चामा. अन्येरे अन्य कहा नाही तोमारा ज्ञाना ഭാരതി കോശാനികേന പരിബേന ചമ. എന്നാണ് പറയുന്നത്, you must be talking of someone else, for this is surely not ബ്രഹ്മാനന്ദ ഭാരതി. മുകുന്ദ, നീ വേറെ വല്ലതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ബ്രഹ്മാനന്ദ ഭാരതി അല്ല. സിംപ്ലി ഹാവ് നോ നോളേജ്, നിങ്ങൾക്ക് അറിവില്ല. വൈ ഷുഡ് ബ്രഹ്മാനന്ദ ഭാരതി വെയർ എ ഡിയർ സ്കിൻ? ഇതൊക്കെ ബ്രഹ്മാനന്ദ ഭാരതിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. സുനി ബ്രഹ്മാനന്ദ കരേ ഹൃദയ വിചാരേ മോര ചർമാംബര ഏന ഭായ ഇൻഹാരേ. സുനി ബ്രഹ്മാനന്ദകാരേ ഹൃദയ വിചാരേ മോരാചരം അംബരാഹി ഏന ഭായ ഇൻഹാരേ. When Brahmananda Bharati heard this, he thought, my dear skin is not approved by Sri Chaitanya Mahaprabhu. ഇത് കേട്ടപ്പോ ബ്രഹ്മാനന്ദ ഭാരതിക്ക് മനസ്സിലായി, ഞാൻ എടുത്തിരിക്കുന്ന ഈ ഡിയർ സ്കിന്ന് ചൈതന്യ മഹാപ്രഭുവിന് ഒട്ടും സമ്മതമായിട്ടില്ല. ബാലകഹേന ചർമാംബര ധംബ ലാഗി പാരി ചർമാംബര പരിധാനെ സംസാരാന താരി. ബാലകഹേന ചരമംബര ദാബ ലാഗി പാരി ചർമംബര പരിധാനെ സംസാരന താരി. Thus admitting his mistake, Brahmananda Bharati thought, he spoke well. I put on this deer skin only for prestige. I cannot cross over the ocean of nations simply by wearing a deer skin. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനോട് ബ്രഹ്മാനന്ദ ഭാരതി സമ്മതിച്ചു, ഞാൻ ഇതിട്ടിരിക്കുന്നത് പ്രസ്റ്റേജിന് വേണ്ടിയിട്ടാണ്. എന്താണ് പ്രസ്റ്റേജ്? ഞാനൊരു സന്യാസിയാണ്, റിനൻസിയന്റ് ആണ്, അതിന്റെ അടയാളത്തിനാണ് ഇതിട്ടിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഞാൻ പ്യുവർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഈ സംസാര സാഗരം മറികടക്കാനുള്ള ആ ഒരു യോഗ്യത എത്തിയിട്ടില്ല. എക്സ്റ്റേണലി ഞാനൊരു സന്യാസി മാത്രമേ ഉള്ളൂ. ഐ കനോട്ട് ക്രോസ് ഓവർ ദ ഓഷ്യൻ ഓഫ് നേഷൻസ് സിംപ്ലി ബൈ വെയറിങ് എ ഡിയർ സ്കിൻ. നമ്മള് തിലകിട്ടു, കുർത്ത പൈജാമ ഇട്ടു നല്ലൊരു ഭക്തനായിട്ട് നമ്മൾ അഭിനയിച്ചാൽ പോരാ, ഉള്ളും കൊണ്ടും നമ്മൾ ഭക്തനാവണം, റിനൻസിയന്റ് ആവണം എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ആജി ഹൈതേന പരിബ ഏ ചർമാംബര പ്രഭു ബഹിർവാസ അനൈല ജാനീയ അന്തര. അജി ഹൈതാന പരിബ ഏ ചർമംബര പ്രഭു ബഹിർവാസ അനില ജാനീയ അനന്തര. From today on, I shall not wear this skin. ബ്രഹ്മാനന്ദ ഭാരതി ചൈതന്യ മഹാപ്രഭുവിൽ പറഞ്ഞു, ഇന്ന് മുതൽക്ക് ഞാൻ ഈ തോരമുള്ള വസ്ത്രം ധരിക്കില്ല. As soon as Brahmananda Bharati decided this, Sri Chaitanya Mahaprabhu, understanding his mind, immediately sent for the robes of a sannyasi. ഇത് കേട്ട ഉടനെ ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തത്? സന്യാസി വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചു. ചർമാംബര ഛാടി ബ്രഹ്മാനന്ദ പരില വസന പ്രഭു ആസി കൈല സാന്ദ്ര ചരണ വന്ദന. ചർമംബര ചാടി ബ്രഹ്മാനന്ദ പരില വസന പ്രഭു ഐസ കൈല തൻര ചരണ വന്ദന. As soon as Brahmananda Bharati gave up his deer skin and covered himself with sannyasi robes, Sri Chaitanya Mahaprabhu came and offered his respects at his lotus feet. ഇത് കളഞ്ഞ് സന്യാസി ദർശിച്ചപ്പോൾ ഉടനെ ചൈതന്യ മഹാപ്രഭു വന്ന് പ്രണാമം, തന്റെ ഗുരു തുല്യനായിട്ടുള്ള ബ്രഹ്മാനന്ദ ഭാരതിയെ പ്രണമിച്ചു എന്നാണ് പറയുന്നത്. ഭാരതി കഹേ തൊമര ആചാര ലോക ശിഖായിത്തെ पुनः नाकारी बेनाती भया पाना चिते. भारती कहे तोमरा आचारा लोका सिकायते पुनाना करीबा नाती बाया पाना चिते. Brahmananda Bharati said, you instruct the general populace by your behavior. I will not do anything against your wishes. Otherwise, you will not offer me respect, but will neglect me. I am afraid of this. Brahmananda Bharati പറയുന്നത്, അതായത് അങ്ങയുടെ ബിഹേവിയറിലൂടെയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങക്ക് വിപരീതമായിട്ട്, അങ്ങയുടെ നിർദ്ദേശത്തിന്റെ ആജ്ഞയുടെ ആഗ്രഹങ്ങളുടെയും വിപരീതമായിട്ട് ഞാനൊന്നും പറയൂല, ചെയ്യൂല. അല്ലെങ്കിൽ എനിക്ക്
അങ്ങ് എന്നെ നെഗ്ലക്ട് ചെയ്യും, എനിക്ക് പേടിയാണ്. കാരണം ബ്രഹ്മാനന്ദഭാര്യയ്ക്ക് അറിയാം ആരാണ് ചൈതന്യമാവ്. ചൈതന്യമാവ് പ്രഭുവിന് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും പറ്റില്ല. പക്ഷെ വളഞ്ഞ് പ്രഭാത് എപ്പോഴും പറയുന്നതാണ്, മരുമകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മകളെ ദേഷ്യപ്പെടും. മകളോടാണ് ദേഷ്യം മുഴുവന്. ഓക്കെ, രാവിലെ ഇപ്പൊ മരുമകള് വീട്ടില് സമയത്ത് എഴുന്നേൽക്കില്ല, 7 മണി 8 മണി 9 മണിക്ക് ആവും. പോതായിരിക്കും. ഡയറക്റ്റ് മരുമകളെ വഴക്ക് പറയുന്നത് നല്ലതല്ല. കാരണം വേറെ വീട്ടിൽ നിന്ന് വേറൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അവർക്ക് പേടി തോന്നും. അപ്പൊ വന്ന ഉടനെ 2 ദിവസം കഴിഞ്ഞ ഉടനെ വീട്ടിലെ അച്ഛൻ മരുമകളെ ചീത്ത പറയുക, ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കംഫർട്ടബിൾ ആവില്ല. അപ്പൊ മകളോട് മരുമകളുടെ മുമ്പിൽ വെച്ചിട്ട് മകളോട്, നീ എത്ര ലേറ്റ് ആയിട്ട് നീക്കുന്നത്, എനിക്കറിയില്ലേ രാവിലെ നമ്മള് ഇത്ര മണിക്ക് എഴുന്നേൽക്കണം. എന്നിട്ട് മകളെ വഴക്ക് പറയും. അപ്പൊ മരുമകൾക്ക് അതെന്തായി, ഒരു ഇൻസ്ട്രക്ഷനായി. പറയാതെ പറഞ്ഞു, ഇൻഡയറക്ട്ലി ഇൻസ്ട്രക്ഷൻ കൊടുത്തു. പ്രഭാത പറയും. അതേപോലെയാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ ചെയ്തത്. സാമ്പ്രതിക ദുർബ്രഹ്മ ഇഹൻ ചലാചല ജഗന്നാഥ അചല ബ്രഹ്മ തുമിത സചല. ಸಂಪ್ರತಿಕ ದುಯಿ ಬ್ರಹ್ಮ ಇಹಾನ್ ಚಲ ಚಲ ಜಗನ್ನಾಥ ಅಚಲ ಬ್ರಹ್ಮ ತುಮಿತ ಸಚಲ. At the present moment, I see 2 Brahmins. One Brahmin is Lord Jagannath, who does not move, and the other Brahman. One Brahman is Lord Jagannatha, who does not move, and the other Brahman who is moving is you. ധാരാണ് പറയുന്നത്. ബ്രഹ്മാനന്ദ. 2 ബ്രഹ്മനെ ഞാൻ കാണുന്നത്. ഒന്ന് ജഗന്നാഥ്, ഹു ഡസൻ മൂവ്, ഓക്കെ, അചല അല്ലേ, അചല ചലിക്കാത്തത്. ആൻഡ് ദ അതർ ബ്രഹ്മൻ ഹു ഇസ് മൂവിങ്, ചല, ഈസ് യു. ആര്? Lord Jagannath is the Archa Vigraha, the worshipable deity, and it is he who is non-moving Brahman. വിഗ്രഹം മൂവിയോ അതോ ഇല്ലേ? ഹരകൃഷ്ണൻ എന്താ ചോദിച്ചത്? വിഗ്രഹം, അർച്ചവിഗ്രഹം മൂവിയോ അതോ ഒരു സ്ഥലത്ത് നിൽക്കുക? കഴിഞ്ഞ ക്ലാസ്സില് തന്നെ ഗൗഡനിത്തായി മൂവ് ചെയ്തില്ലേ? അപ്പൊ ജനറലി മൂവില്ല. പക്ഷെ ഭക്തന്മാർക്ക് ചില ലീലകളുടെ ഭാഗമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൂവും. സാക്ഷി ഗോപാൽ അല്ലെ, സാക്ഷി ഗോപാൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് അവിടുന്ന് വന്നില്ലേ. അപ്പോ ലോർഡ് ജഗന്നാഥ് ഈസ് ദ അർച്ചവിഗ്രഹ, ദ വർഷിപ്പബിൾ ഡെയിറ്റി, ആൻഡ് ഇറ്റ് ഈസ് ഹി ഹു ഈസ് നോൺ മൂവിങ് ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ പരമസത്യം, ഭഗവാൻ. But you are Lord Sri Chaitanya Mahaprabhu and you are moving here and there. അപ്പൊ അങ്ങ് ചൈതന്യ മഹാപ്രഭു ആണ്, പരബ്രഹ്മനാണ്. ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. The 2 of you are the same Brahman. 2 പേരും ആചരണമായിട്ടുള്ള ജഗന്നാഥും അങ്ങും ഒരേ ഒരാളാണ്. മാസ്റ്റർ ഓഫ് ദ മെറ്റീരിയൽ നേച്ചർ. ബട്ട് യു ആർ പ്ലേയിങ് 2 parts. 2 റോളാണ്, ഡബിൾ റോളാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. 1 moving and 1 not moving. In this way, 2 Brahmans are now residing at Jagannath Puri Purushottama. അപ്പൊ അങ്ങനെ ജഗന്നാഥ് പുരിയിലെ 2 ബ്രഹ്മൻ, 2 പരമസത്യമാണ് ഇവിടെ ഉള്ളത് പുരുഷോത്തമ ക്ഷേത്രത്തില്. തുണി ഗൗരവർണ ശ്യാമളാഭരണ ദുയ് ബ്രഹ്മേ കൈലാസ ജഗത്താരണ. തുമി ഗൗരവർണ ശ്യാമളാവർണ ദുയി ബ്രഹ്മേ കൈലാസ ജഗത്ത് താരണ. Of the 2 Brahmins, you are fair complexed. ഈ 2 ബ്രഹ്മനിലും you are even Chaitanya Mahaprabhu fair. സ്വർണവർണ്ണ ഹേമാംഗം അല്ലെ. And the other Lord Jagannath is blackish, ശ്യാമവർണ്ണ. Both of you are delivering the whole world. 2 പേരും ബദ്ധാത്മാക്കളെ
മോക്ഷത്തിലേക്ക് നയിക്കുന്നു, മുക്തിയിലേക്ക് നയിക്കുന്നു. प्रभु कहे सत्य कही तुम्हारा आगमने, दुई ब्रह्म प्रकटिला श्री पुरुषोत्तमे. प्रभु कहे तुम्हारा आगमने दुई ब्रह्म प्रगटिला श्री पुरुषोत्तमे. Lord Sri Chaitanya Mahaprabhu replied, actually you tell, to tell you the truth, due to your presence, there are now two Brahmins at Jagannath Puri. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കുന്ന? ചൈതന്യ മഹാപ്രഭു അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങ് പറയുന്നത് ശരിയാണ്, പക്ഷെ രണ്ട് ബ്രഹ്മൻ, ഒന്ന് ജഗന്നാഥും ഒന്ന് അങ്ങാണെന്ന് ചൈതന്യ മഹാപ്രഭു അവിടെ നിഷേധിച്ചത്. അതായത് ഭാരതി, ബ്രഹ്മാനന്ദ ഭാരതിയുടെ ആ സ്റ്റേറ്റ്മെന്റ് നിഷേധിച്ചിട്ട് പറയാണ്. അത് സ്വയം അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഭഗവാനാണെന്നുണ്ട്. ബ്രഹ്മാനന്ദ നാമ തുമി ഗൗര ബ്രഹ്മചല ശ്യാമാവർണ ജഗന്നാഥ വസിയാചേന അചല. ब्रह्मानंद नाम तुमी गौर ब्रह्मचाला श्याम वर्ण जगन्नाथ वसीय चेन अचला. हरे कृष्ण. Both Brahmananda and Gaura are moving. Both Brahmananda and Gauri are moving, whereas the blackish Lord Jagannatha is sitting tight and immobile. Brahmananda Bharati wanted to prove that there is no difference between the Supreme Lord and the Jiva, whereas Chaitanya Mahaprabhu wanted to prove that he and Brahmananda Bharati were Jivas, and that although the Jivas are Brahman, they are many, but the Supreme Lord, Supreme Brahman is one. Brahmananda Bharati എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്? There is no difference between Supreme Lord and the Jiva. ഭഗവാനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. ചൈതന്യ മഹാപ്രഭു എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്? He and Brahmananda Bharati were Jivas. അതെ, Chaitanya Mahaprabhu and Brahmananda Bharati were Jivas, and that although the Jivas are Brahman, നമ്മളെല്ലാം ബ്രഹ്മനാണ്. അഹം ബ്രഹ്മാസ്മി, അല്ലേ? നമ്മൾ ബ്രഹ്മനാണ്. പക്ഷെ പരബ്രഹ്മൻ ആരാണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോണ്ടെക്സ്റ്റിൽ എടുക്കണം. ചില സ്ഥലത്ത് ബ്രഹ്മൻ പരബ്രഹ്മനെയാണ് ഉദ്ദേശിക്കുന്നത്, ചില സമയത്ത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കളെയാണ്. ഇവിടെ എന്താണ്? ഈ ഒരു ബ്രഹ്മൻ ജീവ. Brahmananda Bharati were Jivas, and that although the Jivas are Brahman, there are many, but the Supreme Lord, the Supreme Brahman is one. Parabrahman onallo. On the other hand, Brahmananda Bharati also wanted to prove that Jagannath and Sri Chaitanya Mahaprabhu are one. അതും പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവും ജഗന്നാഥും ഒന്നാണ്, വ്യത്യാസമില്ല. The Supreme Personality of Godhead. But that to fulfill his mission, Sri Chaitanya Mahaprabhu appeared to be moving, whereas Lord Chaitanya Jagannath appeared to be inert. Inert പറഞ്ഞാൽ മൂവിയാത്ത. Thus, this jolly argument was going on. അങ്ങനെ ഒരു തമാശ രൂപത്തിലുള്ള ആർഗ്യുമെന്റ് രണ്ടുപേരും ഇടയിൽ നടന്നുകൊണ്ടിരുന്നു. Finally, Brahmananda Bharati referred the whole matter to Sarvabhauma Bhattacharya for a final decision. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ നടന്നപ്പോ ഇതിന് ഒരു ഫൈനൽ കൺക്ലൂഷന് വേണ്ടിയിട്ട് ബ്രഹ്മാനന്ദ ഭാരതി ഈ മാറ്റർ, സബ്ജക്ട് മാറ്റർ ആർക്ക് റിഫർ ചെയ്തു? സർവഭൗമ ഭട്ടാചാര്യ ഈസ് എ elderly person, ആചാര്യ. ഭാരതി കഹേ സർവഭൗമ മധ്യസ്ഥാന ഇൻഹാരസാനെ അമര ന്യായ ഭുജ മനദിയ. ഭാരതി കഹേ സർവഭൗമ മധ്യ സഹായ ഇൻഹാരസാനെ അമര ന്യായ ഭുജ മനദിയ. Brahmananda Bharati said, my dear Sarvabhauma Bhattacharya, please become the mediator. Okay, then a judge, then a mediator in this logical argument between Sri Chaitanya Mahaprabhu and me. അപ്പൊ ഇതിനൊരു വക്കീൽ, ഒരു മീഡിയേറ്റർ വേണം. അത് വന്നിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് തരണം ഈ പ്രശ്നം, ഞങ്ങൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ. വ്യാപക ഭാവേ ജീവ ബ്രഹ്മേ ജാനി ജീവ വ്യാപ ബ്രഹ്മ വ്യാപക ശാസ്ത്രേ ദേവഖാനി. വ്യാപ്യ വ്യാപകവാപേ ഭാവേ ജീവ ബ്രഹ്മേശാനി ജീവ വ്യാപ്യ ബ്രഹ്മ വ്യാപക ശാസ്ത്രേ ദേവാഖാനി.
Brahmananda Bharati continued, the living entity is localized, whereas the Supreme Brahman is all pervading. That is the verdict of the revealed scriptures. Brahmananda Bharati പറഞ്ഞു ലിവിങ് entity is localized. അതായത് നമ്മുടെ ജീവാത്മ ലോക്കലൈസ്. എന്താ ലോക്കലൈസ് പറഞ്ഞാൽ ഈ ദേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. നമുക്ക് ഇതിന്റെ ദേഹത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളൊന്നും ശരിക്കും അറിയാൻ പറ്റില്ല. ഓക്കെ, മറ്റത് സുപ്രീം ബ്രഹ്മൻ, പരബ്രഹ്മൻ എല്ലാ സ്ഥലത്തും എല്ലാ കണങ്ങളിലും ഉണ്ട്. ഇതാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം എന്നാണ് പറയുന്നത്. Brahmananda Bharati drew Sarvabhauma Bhattacharya's attention because he wanted him to judge the argument. He then stated that Brahman, the Supreme Lord, is all pervading. This is confirmed by Lord Krishna in the Bhagavad Gita 13.3. Kshetratnyam chapi mam vidhi sarvakshetreshu bharata kshetratnyayo jnanam yattajnanam madam mama. Verse of Bharata. We should understand that I am also an knower in all bodies, and to understand this body and its knower is called knowledge. That is my opinion. We should understand that I am also the knower of all bodies. എല്ലാ ശരീരത്തിലും എന്തെല്ലാം നടക്കുന്ന എനിക്കറിയാൻ പറ്റും. ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ബോഡി ആൻഡ് ഇറ്റ്സ് നവർ, ഈ ശരീരവും അതിന്റെ ഓണർ ചെയ്യും. അതാണ് നോളജ്, അതാണ് ജ്ഞാനം. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് in his Paramatma feature is expanded everywhere. The Brahma Samhita says, Andandarastha Paramanu Chayandarastham. By virtue of his all-pervasive nature, Supreme Lord is within the universe as well as within all elements of the universe. Supreme Lord ഈ യൂണിവേഴ്സിലുണ്ട്, എല്ലാ കണങ്ങളിലുണ്ട്. He is even within the atom. In this way, Supreme Lord Govinda is all-pervasive. On the other hand, the living entities are very, very small. It is said that the living entity is 1/10,000 of the tip of the hair. Therefore, the living entity is localized. Living entities rest on the Brahman effulgence, the body rays of the Supreme Personality of Godhead. ഇതാണ് പറയുന്നത്. ലിവിങ് entity is 1/10,000 of the tip of the hair. അത്രേ ഉള്ളൂ. അത് ലോക്കലൈസർ ആണ്. Therefore, the living entities rest on the Brahman effulgence, the bodily rays of the Supreme Lord. ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന പ്രഭയിലാണ് ഈ ലിവിങ് എൻറ്റിറ്റീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചർമ്മ ഗുച്ചാന കൈല അമാരെ സോധനാം ദ്വൻഹാര വ്യാപ്യ വ്യാപക്ത്വേ ഏതേ കാരണ. ചർമ്മഘുഷായ കൈലാമരിശോധന ദ്വംഹര വ്യാപ്യ വ്യാപകത്തെ ഏത കാരണ. ഹരേ കൃഷ്ണ. Chaitanya Mahaprabhu purified me by taking away my DSP. Chaitanya Mahaprabhu എന്നെ ശുദ്ധീകരിച്ചു. എങ്ങനെ? എന്റെ ആ തോല കൊണ്ടുള്ള വസ്ത്രം എടുത്തു കളഞ്ഞിട്ട്. This is proof that he is all pervasive and all powerful and that I am subordinate to him. ഇതാണ് അതിന്റെ ലക്ഷണം, അതിന്റെ പ്രൂഫ്. അതായത് ചൈതന്യ മഹാപ്രഭു ഭഗവാനാണ്, ഓൾ പെർവസീവ് ആണ്, ഓൾ പവർഫുൾ ആണ്. അത് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭൃത്യനാണ് എന്നുള്ളത്. Brahmananda Bharati herein asserts that Sri Chaitanya Mahaprabhu is the Supreme Brahman, that he is a subordinate Brahman. This is confirmed in the Vedas. Nityo Nityanam Chaitanas Chaitananam. Supreme Personality of Godhead is Brahman or Brahman and chief of all living entities. Nityo Nityanam. Okay, eternal. So he is the eternal of all eternal. Okay, he is the conscious of all conscious beings. He is the chief. Both the Supreme Brahman or the Personality of Godhead and the living entities are persons. But the Supreme Brahman is the predominator, whereas the living entities are predominated. The predominator and predominated. So, അദ്ദേഹമാണ് എൻ്റെ മാസ്റ്റർ, നമ്മൾ അദ്ദേഹത്തിന്റെ സെർവൻസ് ആണ്. പ്രിഡോമിനേറ്ററും പ്രിഡോമിനേറ്റർ അദ്ദേഹത്തിന്റെ അധീനത്തിലാണ് നമ്മൾ വരുന്നത്, അദ്ദേഹത്തിന്റെ കൺട്രോളറിലാണ് വരുന്നത് നമ്മളെല്ലാം. സോ ഹി ഈസ് എ പേഴ്സൺ ഹു ഇസ് നോൺ ആസ് കൺട്രോളർ, മാസ്റ്റർ, പ്രൊപ്പറേറ്റർ. ഇല്ല, നമ്മള് we are not master, we are servant. We are not proprietor, we are servant. Okay, we are not controller, we are controlled. Suvarnavarna hemango varangas chandanangadi sanyasa krichama shanto nishtha shanti parayana
സുവർണഹർണ ഹേമാങ്കോ വരാംഗശ്ചന്ദനാഗരി സന്യാസവൃക്ഷമശാന്തോ നിഷ്ഠാ ശാന്തിപരായണ. ഹരേ കൃഷ്ണ. His bodily hue is golden. ഇത് വിഷ്ണു സഹസ്രനാമ സ്തുതിയിലുള്ളതാണ്. His bodily hue is golden and his whole body is like molten gold. Every part of his body is very beautifully constructed and smeared with sandalwood pulp, excepting the renounced order. The Lord is always equipoised, firmly fixed in his mission of chanting the Hare Krishna mantra, and is firmly situated in his dualistic conclusion and in his peace. Chaitanya Mahaprabhuവിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. Yes, this is quote from the Mahabharata's Vishnu Sahasranama Stotra. അപ്പോ ഇത് ആരെ പറ്റിയാണ് പറയുന്നത്? വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി. സുവർണവർണ്ണ ഹേമാങ്കു, ഗോൾഡൻ കോംപ്ലക്ഷൻ, മോൾഡൻ ഗോൾഡ്. This is another proof from Mahabharata. Bodily is golden, Chaitanya Mahaprabhu. Whole body is like molten gold. ഗോൾഡിനെ ഒഴിക്കുമ്പോഴുള്ള ഒരു വർണ്ണം ഗ്ലിറ്ററിങ് ആണ്. Every part of his body is very beautifully constructed, very, very handsome, beautiful personality. And smeared with sandalwood pulp, ചന്ദനം സ്മേർ ചെയ്തിട്ടുണ്ട് ശരീരത്തിന് മുകളിൽ. Accepting the renounced order. ആരാണ്? സന്യാസിയാണ് അല്ലേ? The Lord is always equipoised, ന്യൂട്രൽ ആണ്. His family fixed in mission. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ? ചാൻഡിങ് ഹരേ കൃഷ്ണ മന്ത്ര. ഇവിടെ എന്താണ് പറയുന്നത്? നിഷ്ഠ ശാന്തി പരായണ. Practicing the renounced order of life, tamas, peaceful, nishtha, devotion, shanti, the peace. അതായത് ശാന്തി സമാധാനത്തിലുള്ള യുഗധർമ്മം പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് യുഗധർമ്മം? ചാൻഡിങ് ദ ഹരേ കൃഷ്ണ മന്ത്ര. ആൻഡ് ഹിസ് ഫാമിലി സിറ്റുവേറ്റഡ് ഇൻ ഹിസ് ഡ്യുവലിസ്റ്റിക് കൺക്ലൂഷൻ ആൻഡ് ഇൻ ഹിസ് പീസ്. ദിസ് ഇസ് quote from Mahabharata's Vishnu Sahasranama Stotra. हे सभा नामेरा हया निजाष्पदा चंदनाक्ता प्रसादादोरा श्री भुजे अंगदा. All the symptoms mentioned in this verse from the Vishnu Sahasranama Stotra are visible in the body of Sri Chaitanya Mahaprabhu. അപ്പൊ ഈ ലക്ഷണങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ കാണുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന് അത് ചൈതന്യ മഹാപ്രഭുവിന്റെ സിംറ്റംസ് ആയിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട്. ഈ സാംസ് ആർ ഡെക്കറേറ്റഡ് വിത്ത് സandalwood pulp. ഓക്കെ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഗോൾഡൻ കോംപ്ലക്ഷൻ ചൈതന്യ മഹാപ്രഭുവിന്റെ, സന്യാസി വേഷം ചൈതന്യ മഹാപ്രഭുവിന്റെ, and thread received from Jagannath deity, and the thread received from the Sri Jagannath deity, and these are his ornamental bangles. Bhattacharya kahe bharati dekhi tomara jaya, Prabhu kahe ye kaha se satya haya. भट्टाचार्य कहे भारती देखी तो मर जया, प्रभु कहे एक कहा से ये सत्य है. After hearing this, Bhattacharya rendered this his judgment. ഇതെല്ലാം കേട്ട ശേഷം ഭട്ടാചാര്യ അദ്ദേഹത്തിന്റെ വെർഡിക്റ്റ്, വിധി പ്രഖ്യാപിച്ചു. എന്താണ്? saying, ബ്രഹ്മാനന്ദ ഭാരതി, I see that you are victorious. ആരാണ് ജയിച്ചത്? അറിവല്ലേ? ബ്രഹ്മാനന്ദ ഭാരതി അല്ലേ? Sri Chaitanya Mahaprabhu immediately said, I accept whatever Brahmananda Bharati has said. It is quite all right with me. Chaitanya Mahaprabhu ഉടനെ പറഞ്ഞു, I accept whatever Brahmananda Bharati has said. It is quite all right with me. Hare Krishna. So 173 next week le pancharubecha kripa sindhubhya patitanam pavinebhyo vaishnavebhyo ananta kodi vaishnavati ki jai, Prabhupada ki jai, Guru Maharaj ki jai. Go Premanand.